വസു, എനിക്കൊരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്റെ അടുത്തോ? അതെന്ത് സംശയ? ഈ മന്ത്രങ്ങളും വേദങ്ങളൊക്കെ പഠിച്ച സ്വാമിമാരെ നമ്മൾ സ്ത്രീകൾ മോഹിച്ചാ ദോഷമുണ്ടാവോ? എങ്ങനെ നമ്മൾ രണ്ടാളും കൂടോ? ഒന്ന് ചുമ്മാ തിരി വസു. ഈ സന്യാസിമാരെ സ്നേഹിക്കുന്നത് ദോഷാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ മനസ്സിൽ ഒളിപ്പിച്ചോണ്ട് നടന്നത് ഇതാണല്ലേ മിണ്ടാ പൂച്ചേ? പറയൂ വസു, ദോഷമുണ്ടാവോ? ദോഷമൊന്നുമില്ല. പണ്ട് പരാശര മുനി മോഹിച്ച സത്യവതി കടത്തുകാരിയല്ലായിരുന്നോ? പക്ഷെ സന്യാസിമാരോട് മനസ്സ് വെക്കണം. അപ്പൊ അവർക്ക് ഇഷ്ടാണെങ്കിൽ പാവമില്ലല്ലേ? ഒരു പാപമില്ല. പക്ഷേ കന്യാദാനം നടത്താൻ കംസൻ തയ്യാറാവോന്നൊരു സംശയമുള്ളൂ. അത് കൊടുത്തിട്ട് ആ ഉരുളിയും പാത്രങ്ങളൊക്കെ കലവറിലേക്ക് വെച്ചോളൂ കേട്ടോ. എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങിന്ന്. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പെടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയിലിക്കാരനല്ലേ? പൂയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ. ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്കാം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിക്കാം. വേണ്ടതിന് പറയരുത്. ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധമായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ ആണെന്ന് പറയല്ലേ വസു? ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ, ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ ചുമേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം പൊയ്ക്കോളൂ, കുട്ടി കൊണ്ടു തരും. പൊയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തിപ്പൂ വരുന്നു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെങ്ങും പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ്, എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാളുടെ മുഖത്തുണ്ടേ കരിവാളിച്ച് കിടക്കുന്നത് കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ, പോയില്ലും തന്നെ. ഓ ശിവ ശിവ. മകളി പ്രിയ, ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്കിപ്പോ അറിയണം, എന്താണ് ഈ പൂല്യം? അതെ, രാജയോഗത്തിന് പകരമുള്ളൊരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ? സ്വാമി സ്വാമി ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം, മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. എന്ന് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലച്ചൂട്. ഭജഗോവിന്ദം ഹേവം. എന്തേ, സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രയ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? എന്റെ ചെറിയച്ഛനാ തമ്പിക്കുഞ്ഞ്. ഇത് അമ്മാവൻ. കേട്ടിട്ടുണ്ടാവും, കുളങ്ങരക്കണ്ടിയിൽ കുഞ്ഞിരാമൻ. എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. സുഭദ്രേ. ആതിരി എന്നല്ലേ കുട്ടിയുടെ പേര്? സുഭദ്ര എന്റെ ഭാര്യ. എന്തേ പയ്യന്റെ ഫോട്ടോ.
സ്വാമിയെ വിളിക്കാൻ പോയ മാമ്പിള്ളിയെ സ്വാമി കണ്ടില്ല. ആ എത്തില്ല സ്വാമി. നമസ്തേ. ഉപവിഷ്ടരാകൂ. ഇരുന്നാട്ടെ. പയ്യന്റെ ഫോട്ടോ. പേരിൽ നാഗത്തിന്റെ പര്യായം ഉണ്ടാവണമല്ലോ. കൂടെ ഭഗവാനും. അതെ, അനന്തൻ എന്നാ പേര്. അനന്ത പത്മനാഭൻ. ഞങ്ങളൊക്കെ പപ്പനെന്നാ വിളിക്കാറ്. സ്വാമി, ആ പുരുഷൻ തന്നെയല്ലേ ഈ പുരുഷൻ? അതേ പരികർമ്മി. ഏതു പുരുഷന്റെ കാര്യമാണാവോ പറയണത്? ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പുരുഷ ജാതകം ഈ തറവാട്ടിലെത്തുമെന്ന് സ്വാമി എന്നോട് പ്രവചിച്ചിരുന്നേ. സത്യാണോ? സത്യം, എന്നോടും പറഞ്ഞിരുന്നു. പോയും തൊട്ടൊരു 3 കേട്ട മുതലഞ്ചന ഹിതാരസ്ത്രയ. തിരുവാതിര നക്ഷത്ര ജാതകയ്ക്ക് ചേർന്ന ജാതകാരൻ തന്നെ. 9 പൊരുത്തങ്ങളും നാം കാണുന്നു. ഇപ്പോൾ ഈ മുഖശ്രീമാൻ സ്ഥലത്തില്ല അല്ലേ? ഡൽഹിയിലാ. ഇപ്പോൾ വലിയ നിലയില. നാട്ടിലൊരു കൂറ്റൻ ബംഗ്ലാവ് പണിയിപ്പിച്ചോണ്ടിരിക്കുക. എന്നാൽ തീരുമാനിച്ചോളൂ. ആതിരയുടെ വരൻ ഈ മുഖശ്രീമാൻ തന്നെ. അനന്തൻ, അനന്ത പത്മനാഭൻ. ഇനി ഒട്ടും വൈകിക്കണ്ട. ശരി. ആ, ആ. വരൂ പരികർമ്മി. സ്വാമി, താനുണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കണ്ടിട്ട് എന്തിനാ? എന്റെ ഇഷ്ടം ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. വാശി പിടിക്കല്ലേ മോളെ. നീ ഇതൊന്ന് നോക്കൂ, എന്നിട്ട് പറ. ദേ, ഇഷ്ടായില്ലെങ്കിൽ മുത്തച്ഛനോട് ഞാൻ പറയാം. നോക്കൂ. നോ, എന്റെ ഫോട്ടോ എടുക്കരുത്. You stupid. ഒന്ന് നിന്നേ. മോളിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. പോടാ. അനന്തപത്മനാഭൻ നിന്നെ വിടുന്ന മട്ടില്ലല്ലോടി. പെമ്പിളാരുടെ കൈയുടെ ചൂടറിഞ്ഞിട്ടാ. തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്? 1 minute darling, smile please. എന്തേ, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലേ? ഇപ്പൊ എന്തായി? ഇതാ ഞാൻ പറഞ്ഞത്, ഫോട്ടോ ഒന്ന് നോക്കാൻ. 9 പൊരുത്തങ്ങളുള്ള ജാതകമാണെന്ന് ആ സ്വാമി പറഞ്ഞത്. നിനക്ക് വേണ്ടി തന്നെ പിറന്ന പുരുഷനാത്രേ. അടുത്ത ദിവസം ചെക്കന്റെ വീട് കാണാൻ പോവാ മുത്തച്ഛൻ. മോളെ, എങ്ങടായി കുട്ടി ഓടണേ? അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ? ആതിര, ഇതാണോ 9 പൊരുത്തങ്ങളുള്ള ആള്? ഇയാളെ സ്വാമിക്ക് അറിയില്ല. വെറും ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി. ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി, ആതിര നിൽക്കൂ. ഈശ്വര, അവളെ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തനെ ഈ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആതിരയാ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അതിര് അതിര് എന്തേ? ഞാൻ ജയദേവസ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ. ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകോ? അതെ, ആതിര പറഞ്ഞില്ലേ അനന്തൻ ഒരു ആഭാസനാണെന്ന്. അവൻ അതുമാത്രമല്ല, മറ്റു പലതുമാണ്. ആതിര അവന്റെ കാമുകിയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആതിര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്ന കണ്ട് ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ്
സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ സി ഐ ഡി ആണല്ലേ? ഏയ് CID ഒന്നും അല്ല. അതെ, CID ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആതിരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ CID പോലും. ഇല്ല, ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് CID ആയിരിക്കും. ജയദേവൻ CID. സത്യാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ദാ ഇത് വാങ്ങിക്കോളൂ. CID ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ് 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എന്ന് എനിക്ക്. വസു, വസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് പോവും ഞാൻ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന് കയറി പിടിച്ചല്ലോ, നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി, തറുതല പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ വേണ്ട, നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളകുപൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. എന്നാ പ്രേമ? അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന്. എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. അയ്യോ, വേണ്ട, കൊണ്ടുപോയിക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ടു കൊടുത്തോളൂ. എന്നാ കൊണ്ടുപോയിക്കോളൂ, ഈ പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ചോണ്ട് കൊണ്ടുപോയിക്കോളൂ. പോയിക്കോളൂ. വേഗം കൊണ്ടു കൊടുക്കും. ആ, അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? ആ എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കില്ലേ? സ്ത്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ടെന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ? ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല. ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. ആ, നല്ല ദാഹമുണ്ട്, കുറച്ച് ഒഴിക്കാ. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാം പൊള്ളി. കാലുള്ളി പോടാ